OnePlusന്റെ OnePlus Nord 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nord 4 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Nord 4ൽ 6.74 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 2150 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. OnePlusന്റെ പല ഫോണുകളിലും കാണുന്ന ഒരു ഫീച്ചറാണ്. അതായത് സൈഡിൽ ഒരു ബട്ടൺ എക്സ്ട്രാ വരുന്നതായിരിക്കും. പിന്നെ മെറ്റൽ യൂണി ബോഡി ഇതിൽ വന്നേക്കാം. ഈ ഒരു കാര്യം അവരിപ്പോൾ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഫോണിൻ്റെ വില 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. മികച്ച പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ NFC-യുടെ സപ്പോർട്ട് വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ X-ആക്സിസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX 355ന്റെ സെൻസർ ആയിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വന്നേക്കാം. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 16-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റ് ആണ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലും അവർ ഈ ഫോൺ ഇപ്പോൾ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫോൺ മിക്കവാറും ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ലോഞ്ച് ചെയ്യും. സാധാരണ OnePlusന്റെ ഫോണുകൾ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരുമിച്ച് തന്നെയാണ് ലോഞ്ച് ചെയ്യാറ്. അപ്പം ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ OnePlus Ace 3V എന്നൊരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അവിടെ ആ ഫോണിൻ്റെ വില 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ആയിരിക്കില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില 31,999 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവൺ ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ ആയിരിക്കുമെന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും OnePlusന്റെ OnePlus Nord 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.